ഹലോ ഗൈസ്, വെൽക്കം ടു നമ്മുടെ ചാനൽ ഹാപ്പി വിത്ത് ആഷ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സംഭവം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു വീഡിയോ ഇടണം എന്നുള്ളത്. ഞാൻ നാളെ രാവിലത്തേക്ക് ദോശയ്ക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് പച്ചരി വെള്ളത്തിലിടാൻ പോവായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഈ ദോശ ബാറ്റർ ഉണ്ടാക്കുമ്പം അതിങ്ങനെ നല്ല സൂപ്പറായിട്ട് നൊരപ്പതോ അങ്ങനെ കുറുകുറൂന്ന് പൊന്തി വരും. അങ്ങനെ പൊന്തി വരുത്തുന്നതിന് ഒരു ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തായാലും നമ്മൾ വീഡിയോസ് ഇടുന്നതല്ലേ, അപ്പോൾ ഇതാവുമ്പോൾ ഒരു ഉപകാരമുള്ള വീഡിയോയും കൂടി ആണല്ലോ. ചിലവർക്കൊക്കെ ഈ ദോശയുടെ ബാറ്റർ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ ബാറ്ററൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ പൊന്തത്തില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊരു ഉപകാരമുള്ള കാര്യമായതുകൊണ്ട് ഇതങ്ങോട്ട് ഷെയർ ചെയ്തേക്കാന്ന്. അതുകൊണ്ടാണ് ഈ നിന്ന് കൊലത്തെ വീഡിയോ എടുക്കുന്നത്, ഒന്നും വിചാരിക്കരുത്. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളവരാണെങ്കിൽ ചെയ്യണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്നിക്കിലേക്ക് പോയാലോ. അപ്പം നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. ഇങ്ങനത്തെ ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഗ്ലാസ്സിലാണ് ഞാൻ അളവെടുക്കാറുള്ളത്. നിങ്ങൾ വീട്ടിൽ ഏത് അളവ് ഗ്ലാസ്സിലാണോ എടുക്കുന്നത്, നിങ്ങൾക്ക് എത്ര പച്ചരി വേണോ വേണ്ടേ, അത് നിങ്ങളുടെ കണക്കിന് എടുക്കാം കേട്ടോ. ഇപ്പം ഞാനിതിൽ ഒരു ഗ്ലാസ് പച്ചരി എടുക്കുന്നു. ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. നോർമലി എല്ലാവരും ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഉഴുന്ന് സെപ്പറേറ്റ് വേറൊരു പാത്രത്തിൽ കുതിർക്കാൻ വെക്കുമായിരിക്കും. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഉഴുന്ന് ഒരു അര ഗ്ലാസ് കേട്ടോ. ഈ സെയിം ഗ്ലാസ്സിൽ തന്നെ എടുക്കണേ, വേറെ ഗ്ലാസ്സിൽ എടുക്കരുത്. ഈ സെയിം ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരി ആണെങ്കിൽ അര ഗ്ലാസ് ഉഴുന്ന്. ഓക്കെ, ആ ഒരു കണക്കിന്. അപ്പോൾ അതേ അര ഗ്ലാസ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതും ഈ പച്ചരിയിലേക്ക് തന്നെ ഇടുകയാണ് കേട്ടോ. ഇനി ഇതൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പച്ചരി വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പച്ചരിയും ഉഴുന്നും കൂടിയിട്ട് ഇതേ വാഷ് ചെയ്തു. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, അതായത് ടെക്നിക്ക്. നമ്മൾ യൂസ് ചെയ്യുന്ന ഈസ്റ്റ്, ഏത് ഈസ്റ്റാണോ നമ്മൾ എടുക്കുന്നത് ആ ഈസ്റ്റ് ഒരു നുള്ളെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, കണ്ടല്ലോ, ഒരു നുള്ള് എടുത്തിട്ട് ഈ കഴുകി വെച്ചിരിക്കുന്ന പച്ചരിയും ഉഴുന്നിലേക്കും ഇടുകയാണ്. ഇട്ടിട്ട് ഈ സാധനം ഇങ്ങനെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഓക്കെ, വേറെ പരിപാടിയൊന്നുമില്ല. ഇനി ഇത് ഒരു 2-3 മണിക്കൂർ കുതിരാൻ വെച്ചിട്ട് നമ്മൾ അരയ്ക്കുന്നു, സാധാ അരയ്ക്കുന്ന പോലെ അരയ്ക്കുന്നു. ഇനിയിപ്പോൾ സമയം ഒരു 5 മണി 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ പച്ചരിയും ഉഴുന്നും അരയ്ക്കാൻ പോവാണ്. അരക്കട്ടെ കേട്ടോ. വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി കേട്ടോ, സംഭവം നല്ല വീർത്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതിനെ നേരെ മിക്സിയിലിട്ടിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസോളം ചോറും കൂടി ഇട്ടിട്ട് അരയ്ക്കാം. ആ സോക്ക് ചെയ്ത് വെച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് അരയ്ക്കണം കേട്ടോ. ഇനി ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അതല്ലാതെ ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അരച്ചേക്കരുത്. ഈ സെയിം വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചോറും കൂടി ഇടുമ്പോഴത്തേക്കും വെള്ളം തികയില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ ഒരു ഗ്ലാസ് ചോറും കൂടി ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ ചോറും ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇതിലേക്ക് ഇപ്പൊ ഇടുന്നില്ല. ഇപ്പൊ നാളെ രാവിലെ ഇത് ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് അരച്ച് വെക്കുന്നില്ല കേട്ടോ. നാളെ രാവിലെ ഇത് പൊന്തി വരുമല്ലോ, അപ്പം ഉപ്പ് ആഡ് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ പച്ചരിയും ഉഴുന്നും ഉലുവയും ചോറും മാത്രം ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് അരച്ച് വെക്കാം.
അപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വലിയൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്കാം കേട്ടോ. ഇതിൽ വേറെ ഇപ്പം ഈസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ലേ, ആ വെള്ളത്തിൽ ഇട്ടിട്ടുള്ള ഈസ്റ്റ് അല്ലാണ്ട് വേറെ ഈസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഇനി ഇത് നേരെ വലിയൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്കാം. ഇനി ഇതിൽ എയർ ഒന്നും പുറത്ത് പോവാത്ത രീതിയിൽ നല്ല ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുക. ഇതിന്റെ മേളിൽ എന്തെങ്കിലും വെയിറ്റ് എടുത്ത് വെച്ചാൽ നല്ലത്. ഇതിന്റെ അടിയിൽ ഞാനൊരു പ്ലാസ്റ്റിക്കിന്റെ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ റൂമിൽ തണുപ്പുള്ളതുകൊണ്ട് ഈ ടൈലിൽ നിന്ന് ഡയറക്റ്റ് തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി. ഇനി നാളെ രാവിലെ സെറ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനാണെങ്കിൽ രാവിലെ വന്നിട്ട് ഇതങ്ങോട്ട് തുറന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുക്കണമായിരുന്നല്ലോ എന്ന്. അപ്പോൾ ദേ ഇവിടം വെച്ചിട്ട് ഞങ്ങൾ കണ്ടോട്ടോ, ഇത് കണ്ടോ, ഒരു ഗ്ലാസ് പച്ചരി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പൊന്തി ഇവിടം വരെ വന്നു. ഞാനാണെങ്കിൽ പിടിച്ചങ്ങോട്ട് ഇളക്കി. അപ്പം ഇത്രയായിട്ടുണ്ട്. കണ്ടോ എങ്ങനെയുണ്ട് പത കണ്ടോ? ഇതുപോലെ നൊരഞ്ഞ് പൊന്തും നമ്മുടെ ദോശയുടെ ബാറ്റർ നമ്മൾ ഇന്നലെ ചെയ്ത പോലെ ചെയ്ത് വെക്കുവാണെങ്കിൽ. ഇനി ഇതിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ട് വെച്ച് സാധാ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ മതി. ഈ പദം നമ്മൾ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും കേട്ടോ. ഇനി നിങ്ങൾ പേടിക്കരുത്, എൻ്റെ പൊന്നെ ഇതുപോലെ പതഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ദോശ ഉണ്ടാക്കും? അങ്ങനെയില്ല. അതെ, ഇതിങ്ങനെ കുറച്ചൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ പതയൊക്കെ പോകുമല്ലോ. നല്ല സെറ്റ് ബാറ്റർ ആയിരിക്കും. ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും. പപ്പടം പൊടിയണ പോലെ പൊടിഞ്ഞ് വരും. നമ്മൾ നല്ല ക്രിസ്പിയാക്കി എടുക്കുന്നവരാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പം ഈ അപ്പത്തിൻ്റെ ബാറ്റർ ആണെങ്കിലും എന്തിൻ്റെ ബാറ്റർ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സെറ്റ് സാധനം കിട്ടും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഈ പാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കുമല്ലേ, ഇത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാ. ഇതിലൊക്കെ തള്ളി ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 100% സക്സസ് ആവും. എത്ര ദോശ ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ട് ശരിയാവാത്തവരാണെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ദോശ ബാറ്ററും ഇതുപോലെ നൊരഞ്ഞ് പതഞ്ഞ് പൊന്തിയിരിക്കും. ഞാൻ ഗ്യാരണ്ടി. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഇങ്ങനെ ചെയ്തിട്ട് സക്സസ് ആയവർ കമൻറ്റിലൊന്ന് അറിയിക്കണേ. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സൊക്കെ നോക്കിയിട്ടായിരിക്കും ചിലവർ ഇത് ഇങ്ങനെ ചെയ്ത് നോക്കണോ വേണ്ടത് തീരുമാനിക്കണേ. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ആയിക്കോട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.